Hey hello guys, welcome back to my channel. It's me Triple Gaming. So നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് കാർ ഡീലർഷിപ്പ് സിമുലേറ്റർ. സോ നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോവുകയാണേ. അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയോ സ്പിൻ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്കൊന്ന് സ്പിൻ ചെയ്യുകയും ഞാൻ ഇതിനു മുമ്പൊന്ന് കളിച്ച് നോക്കി നമ്മൾ 2 കാർ വിൽക്കുകയും ചെയ്തു. സോ ഐ എം ഒഫീഷ്യലി എ കാർ ഡീലർ. സോ സെക്കൻഡ് ഹാൻഡ് കാറുകൾ നമ്മൾ വിലക്കുറവിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടവർ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഷോറൂമിൻ്റെ അപ്പുറമുള്ള നഗരങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ വണ്ടി വിൽക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. സോ അവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാം. ഓക്കെ, ഈ ഒരു വണ്ടി മേടിച്ചാലും ഞാൻ ആലോചിക്കുന്നുണ്ട്. കുറച്ച് നേരം ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. സോ 10% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിൽക്കാതിരിക്കുന്നുണ്ട്. തലടിയാൻ വേണ്ടി കിടത്താന്നുള്ള ഇപ്പോഴാണ് നീ. ഓക്കെ, യു ക്യാൻ ചെക്ക് ദ ട്രൂ ഡീറ്റെയിൽ ഓഫ് ദ കാർ. ഓക്കെ, നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചെക്ക് ചെയ്യണം. എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഉറപ്പാക്കിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ എന്തൊക്കെയോ ഉണ്ടല്ലോടാ, ഞാൻ എൻ്റെ കടയിൽ ഇത് വിൽക്കത്തുള്ളൂ മച്ചാനെ. ഒപ്പം നമ്മളിതൊക്കെ നോക്കുവാണ്. ഓക്കെ, വണ്ടിയൊക്കെ പക്ക ഇതായിട്ടാണ് ഇരിക്കുന്നത്. സോ വണ്ടി 2018 മോഡലാണ്. ഓ മച്ചാനെ, പുള്ളി നമുക്ക് പറഞ്ഞ വില നമുക്ക് ശരിയാവില്ല. 13,500 ഒന്നും പറ്റില്ല മച്ചാനെ. അല്ല വേണ്ട, നമുക്ക് ഇതിന് വാങ്ങിച്ചേക്കാൻ. ചുമ്മാ എന്തിനാണ് 13,520 രൂപ നമ്മളങ്ങനെ എറിഞ്ഞു കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ? വണ്ടി നമ്മൾ മേടിച്ചു. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എങ്ങനെ എവിടേക്ക് കൊണ്ടുപോകും? ഓടിച്ച് കൊണ്ടുപോകണോ, നമുക്ക് ട്രക്കിൽ കയറ്റി കൊണ്ടുപോകണോ എന്നുള്ള ഒരു ഇതാണ് എനിക്ക്. നമുക്ക് ഓടിച്ച് തന്നെ കൊണ്ടുപോകാം അല്ലേ? വണ്ടി അങ്ങനെ ഓടിച്ചും പറിച്ചും നമ്മളിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അയ്യോ ഇതിട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. ആരും നോക്കി പോയാൽ മതി. ആരും പറഞ്ഞാളെ ഇരിക്കുന്നേടാ, റിവേഴ്സ് വാടാ. ഹേ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ട്രിപ്പിൾസ് ഗ്യാരേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ളൂ. ഈ 2 സ്ഥലത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ വണ്ടി ഇങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി നമുക്ക് സെയിലിന് ഇടണം. അതിന് മുമ്പായിട്ട് നമ്മുടെ കട നമുക്ക് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യണം. കണ്ടോ നിങ്ങളുടെ ട്രിപ്പിൾസ് ഗ്യാരേജ് നിങ്ങൾ കണ്ടോ? പുതിയ ഷോറൂമാണ്. നിങ്ങൾക്ക് വിലക്കുറവിൽ നല്ല വണ്ടി വേണമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. നമ്മുടെ വണ്ടി നമുക്ക് സെയിലിന് ഇടണം. അതിന് മുമ്പായിട്ട് ഓക്കെ, പുട്ട് ഓൺ സെയിൽ. ഓക്കെ, നമുക്ക് ഒരു പ്രൈസ് വെക്കണം. നമ്മൾ 13,500 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ അതിൽ കൂടുതൽ വെക്കേണ്ടതാണ്. ചാൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നതാണ് വില. പറ്റുന്നോ ഒന്ന് മേടിച്ചാൽ മതി. എത്രയിൽ ഇട്ടെന്നേ വന്നുള്ളൂ. വരുമ്പോൾ നോക്കാം അല്ലേ? ഒരുത്തനെങ്കിലും വാടാ മോനെ, മക്കളെ എല്ലാവരും കടന്നൂരു. ഓ ഗൈസ്, നമ്മുടെ കടയിലെ ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമറാണ്. പുള്ളിക്ക് കാറൊക്കെ ഇഷ്ടപ്പെട്ടു. നമുക്കിനി ബാർഗെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അടാ മച്ചാനെ, ഞാൻ 15,545. ഓ മച്ചാനൊന്നും പറഞ്ഞു കേസ്, നമുക്ക് സെല്ല് ചെയ്തേക്കാം. പുള്ളിക്ക് ആ പ്രൈസ് ഓക്കെ ആണ്. സോ നിനക്ക് തന്നെ ഞാൻ തരാടാ. ഇത് ഞാൻ ഇതിൽ കൂടുതൽ പൈസയ്ക്ക് വെച്ചതായിരുന്നു, എന്നാലും നീ എടുത്തോ. അങ്ങനെ വണ്ടി പോയി. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറ്റ് വന്നേക്കണം. ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്. സോ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു വണ്ടി ഒത്തു കിട്ടിയിട്ടുണ്ട്. വലിയ സെറ്റപ്പൊന്നുമില്ല. അത്യാവശ്യം റിപ്പയർ ചെയ്യാനുള്ള ഉണ്ട്. വലിയ ഡാമേജ് ഇല്ലെങ്കിൽ അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബാർഗെയിൻ ചെയ്ത് എടുത്തേക്കാം. കുറച്ച് പൈസ നമുക്ക് കുറച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഗ്യാരേജിൽ കൊണ്ടിട്ട് ഇത് സെല്ലാക്കണം. അപ്പോൾ വലിയ പണിയുള്ള വണ്ടിയൊന്നും ഞങ്ങൾ തരില്ല. കാരണം നമുക്കറിയാലോ, ഒരു ആൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കാൻ വരുമ്പോൾ എന്തൊക്കെയായിരിക്കും അയാളുടെ പ്രതീക്ഷകളെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിക്കേ നമ്മൾ പറയത്തുള്ളൂ, ചെയ്യത്തുള്ളൂ, കാണിക്കത്തുള്ളൂ. സോ ഗൈസ്, നമ്മൾ ഈ വണ്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ട്രക്ക് വിളിക്കണം. കാരണം ടയറിനും കാര്യങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ചെന്ന് നമുക്ക് നന്നാക്കി എടുക്കാനുള്ളതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ്. നമുക്ക് ഗ്യാരേജിൽ പോകണല്ലോടാ. ഒരു കാര്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കാൻ കൊടുത്തു. ഓക്കെ, നമ്മുടെ ഈ വണ്ടി വാങ്ങാൻ വേണ്ടി ആരും വന്നിട്ടുണ്ട്. നമ്മളിനി പ്രൈസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ബസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ഒരു പരിപാടിയുണ്ട്. ചേച്ചി എന്താണ് പറയേണ്ടത്? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു മാം? ഓക്കെ, പുള്ളിക്കാർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. സോ നമ്മൾ പറയുന്നത് 16,190 രൂപയാണ്. ഓക്കെ, 13,340 പറ്റില്ല ചേച്ചി. നമ്മൾ കാരണം ഒത്തിരി പൈസ നമ്മൾ മുടക്കി എടുത്ത വണ്ടിയാണ്. അത് മാത്രമല്ല ടയറിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട്. നമ്മൾ പുത്തൻ ടയറാണ് ഇട്ടേക്കണം. ഓ മച്ചാൻ്റെ ചേച്ചി കട്ട ബാർഗെയിനിങ് ആണ്. സോ നമുക്ക് കുറച്ച് പൈസ കുറച്ച് കൊടുക്കാം. ഓക്കെ ചേച്ചി, ഒരു 14,760 രൂപയ്ക്ക് ഓക്കെയാണോ? ഓക്കെ, ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ട് മച്ചാനെ. നമുക്കപ്പോൾ ചേച്ചിക്ക് തന്നെ വണ്ടി കൊടുക്കാം. അപ്പോൾ നല്ല വണ്ടിയായിരുന്നു. ചേച്ചി കൊണ്ടുപോയി. എനിക്ക് ചേച്ചി കുറച്ച് കാലം ആ വണ്ടിയും കൊണ്ട് ഓടിച്ച് നടക്കട്ടെ. നമ്മുടെ ഗ്യാരേജ് മാർക്കറ്റ് ചേച്ചി ഇനി വണ്ടി വേണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഓക്കെ, നമ്മൾ ലെവലപ്പ് ആയിട്ടുണ്ട്. ലെവൽ 2 അൺലോക്ക് ലൈറ്റ് റിവാർഡ്സ് ബിക്കം ലൊക്കേഷൻ അൺലോക്ക്ഡ്. ഓക്കെ, എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അതൊക്കെ നോക്കാം നമുക്ക്. അതെ മച്ചാനെ, വണ്ടി തീർന്നില്ല മച്ചാനെ. നാളെ വാ മച്ചാനെ, നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും സുഹൃത്തെ. നമ്മുടെ ചുമന്ന വണ്ടിയായിട്ടുള്ള ഈ ഒരു വണ്ടി നമ്മുടെ അടുത്തുള്ള ഒരു നഗരത്തിൽ നിന്നും ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തൂക്കി ഗൈസ്. ഒരു 10-12,000 രൂപ ഞാൻ എറിഞ്ഞങ്ങ് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാരേജിലോട്ട് വണ്ടി എത്തിക്കണം. എന്നിട്ട് നമുക്ക് സെയിലാക്കണം. ഗ്യാരേജ് തുടങ്ങിയതേ ഉള്ളൂ. ഒത്തിരി പണിയുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. നമ്മുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ കാർ റിപ്പയർ സെൻറ്ററിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാർ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ. ഓക്കെ മച്ചാനെ, നമുക്ക് കാറിൻ്റെ മറ്റേ പുള്ളിക്കാരനോട് ചോദിക്കണം എന്താണ് സംഭവങ്ങളെന്നൊക്കെ. ഓക്കെ, ചേച്ചിയാണ്. സോ ഓക്കെ, നമ്മുടെ വണ്ടിക്കൊന്നും റിപ്പയർ ചെയ്യാൻ ഇല്ലെന്നാണ് പുള്ളിക്കാർ പറയണത്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം അല്ലേ?
വണ്ടിയും ഞാനും സേഫായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് സെയിലിനിടാം. പുട്ട് ഓൺ സെയിൽ മച്ചാനെ. നമ്മൾ 10,000 രൂപയ്ക്ക് കണ്ടാണ് വണ്ടി മേടിച്ചു. അപ്പോൾ 13, 14 റേഞ്ചിൽ നമുക്ക് വിൽക്കാം. നമുക്ക് 2,860 രൂപ നമുക്ക് പ്രോഫിറ്റ് വരേണ്ടതാണ്. സോ ആരെങ്കിലും മേടിക്കാൻ വട ഈ വണ്ടി മേടിക്കുന്നവൻ ഭാഗ്യവാൻ. കാരണം ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ആദ്യം നമ്മൾ വിറ്റ വണ്ടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ വണ്ടി പക്കയാണ്, ഒരു ഡാമേജും ഇല്ല. അപ്പോൾ ഇത് ചേച്ചിയാണോ ചേട്ടനാണോ? ഈ കണ്ണും കാണാൻ പോലല്ലോ. ചേട്ടനാണെന്ന് തോന്നുന്നു മച്ചാനെ. അതോ ചേച്ചിയാണോടേ? ഓക്കെ, നമുക്ക് പതിയെ പോവാം. ചേട്ടാ എന്താ വേണ്ട ചേട്ടാ? ഓക്കെ, ചേട്ടന് വണ്ടി ഇഷ്ടപ്പെട്ടു, ഞാൻ എന്തെങ്കിലും ചെയ്തു തന്നെ. ഓക്കെ, ഇത് വെറും 13,000 ഉള്ളൂ. ചേട്ടൻ 12,700 രൂപ വരെയൊന്നും കിട്ടില്ല ചേട്ടാ, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. മച്ചാനെ പക്കാ വണ്ടി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഞാൻ ഒരു പ്രൈസ് പറയാം, അതിന് മേടിക്കാൻ പറ്റുമെങ്കിൽ മച്ചാൻ മേടിച്ചാൽ മതി. കാരണം നമുക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ. ശരി, നമ്മൾ ഈ വണ്ടി മേടിച്ചത് 16,000 രൂപയ്ക്കാണ്. നമ്മൾ വണ്ടി വിൽക്കുന്നത് വെറും 13,000 രൂപയ്ക്കാണ് മച്ചാൻ. അത് ഒന്ന് ഓർക്കണം സുഹൃത്തെ. സോ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം നഷ്ടത്തിലാണ് വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കച്ചവടം. അപ്പോൾ തുടക്കക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽഡിൽ അങ്ങനെ പിടിയില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല വണ്ടി കുറഞ്ഞ വില കൊടുക്കാൻ നോക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് നഷ്ടം വരുന്നുണ്ട്. ഈ വണ്ടി ഞാൻ മേടിച്ചതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് താങ്കൾക്ക് തരുന്നത്. ഓക്കെ, അതോ ഉറപ്പാണോ? ഓക്കെ മച്ചാൻ, അത് മനസ്സിലായി മച്ചാൻ. ഈ പ്രൈസ് ഓക്കെ ആണെന്ന് പറഞ്ഞു, 12,995. ഓക്കെ, ആ വണ്ടി നമ്മളങ്ങനെ ആ മച്ചാന് വിറ്റിട്ടുണ്ട്. സോ നമ്മുടെ ഷോറൂമിലെ വണ്ടികളൊക്കെ തീർന്നു. ഇനി നമുക്ക് ഓർമ്മയോടെ പോയി എടുക്കണം. എന്തായാലും ഇന്നത്തെ പണിയെ നിർത്തി, കാരണം ഇനിയിപ്പോൾ എനിക്ക് പറ്റത്തില്ല, ഞാൻ മടുത്തു, കുറേ വണ്ടിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള മറ്റേ ലൈക്ക്, സബ്സ്ക്രൈബ്, പാർട്ട് 2 വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.